നമസ്കാരം. നക്ഷത്രാസ് വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പലതരത്തിലുള്ള ബിസിനസ് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ അതിനിടയ്ക്ക് നമ്മൾ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു റീസെല്ലിംഗ് ബിസിനസിന്റെ സാധ്യതകളെ കുറിച്ച്. ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിനകത്ത് 1-2 ഐഡിയാസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഇതിൽ കൊടുക്കുന്നതായിരിക്കും. റീസെല്ലിങ്ങിൻ്റെ മറ്റൊരു വലിയ സാധ്യതയുള്ള മേഖലയാണ് കുട്ടികളുടെ ടോയ്സ്. കുട്ടികളുടെ ടോയ്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് ടൈപ്പ് ഉണ്ട്. അതിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ കടകളിലൊന്നും കിട്ടാത്ത ചില വലിയ വലിയ മാളുകളിലും അല്ലെങ്കിൽ കിഡ്സ് ഷോപ്പുകളിലും മാത്രം ലഭ്യമായിട്ടുള്ളതും അല്ലെങ്കിൽ ഓൺലൈനിൽ മാത്രം നമുക്ക് കാണാൻ സാധിക്കുന്നതുമായിട്ടുള്ള വളരെ റെയർ ആയിട്ടുള്ള ടോയ്സ് സെലക്ട് ചെയ്ത് റീസെല് ചെയ്യാവുന്നതാണ്. ഈ ടോയ്സിൽ തന്നെ വളരെ ചെറിയ കുട്ടികൾക്ക് ആയിട്ടുള്ളത്, അതായത് സോഫ്റ്റ് ടോയ്സ് എന്ന് പറയുന്ന ഒരു മേഖല തന്നെയുണ്ട്. സോഫ്റ്റ് ടോയ്സ് ആകുമ്പോഴത്തേക്കും കുഞ്ഞു കുട്ടികൾക്ക് അത് അവർ കടിച്ചാലും പ്രശ്നമൊന്നും ഇല്ലാത്ത, അവരുടെ ശരീരത്തിൽ പാടുകളോ മുറിവുകളോ ഒന്നും വരാത്ത രീതിയിലുള്ള വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ടോയ്സ്. ഇതിൻ്റെ തന്നെ വൈഡ് വെറൈറ്റീസ് നിങ്ങൾക്ക് ഇന്റർനെറ്റിലൊക്കെ സെർച്ച് ചെയ്താൽ കാണാൻ സാധിക്കുന്നതാണ്. കുറച്ചുകൂടി മുതിർന്ന കുട്ടികൾക്കാണെങ്കിൽ അവരുടെ ബ്രെയിൻ ഡെവലപ്മെന്റിനെ സഹായിക്കുന്ന തരത്തിലുള്ള ടോയ്സ് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ കണ്ടിട്ടില്ലേ, ഒരു ഉദാഹരണമാണെങ്കിൽ ഇന്ത്യയുടെ മാപ്പ് നമുക്ക് പല രീതിയിൽ പസിൽസ് വെച്ച് അറേഞ്ച് ചെയ്യാവുന്ന രീതിയിലുള്ളത്. അതേപോലെയുള്ള പലതരത്തിലുള്ള പസിൽസ്, വുഡൻ പസിൽസ് ഇപ്പോൾ ധാരാളമായിട്ട് ലഭിക്കുന്നതാണ്. അതേപോലെ പല മെറ്റൽസ് വെച്ചിട്ടുള്ള പസിൽസ് ലഭിക്കുന്നതാണ്. പിന്നെ പണ്ടൊക്കെ നമ്മൾ ബ്രെയിൻ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് പണ്ടത്തെ കുട്ടികൾക്കൊക്കെ നമ്മുടെ കാരണവന്മാരും അല്ലെങ്കിൽ അധ്യാപകരും ഒക്കെ ചെയ്തു തന്നിട്ടുള്ള സാധനങ്ങളാണ് ഏടാകൂടം എന്നൊക്കെ പറയുന്നത്. ഇതിൻ്റെ തന്നെ മോഡേൺ വേർഷനാണ് നമുക്ക് ഇന്ന് കാണാൻ സാധിക്കുന്ന റുബിക്സ് ക്യൂബ് പോലെയുള്ള പല വെറൈറ്റി ഐറ്റംസും. ഇങ്ങനത്തെ ഇന്റലക്ച്വൽ ടോയ്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി തന്നെയുണ്ട്. അതിൽ നിന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് ടോയ്സ് വാങ്ങിയിട്ട് റീസെൽ ചെയ്യാവുന്നതാണ്. നമുക്ക് ഇത്തരത്തിലുള്ള ടോയ്സ്, ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ടോയ്സ് ഹോൾസെയിൽ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. പ്രത്യേകിച്ചും ഡൽഹി, മുംബൈ പോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് ഇമ്പോർട്ടഡ് ടോയ് ഹോൾസെയിൽ ഡീലേഴ്സിനെ കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അവരിൽ നിന്നൊക്കെ നമുക്ക് ടോയ്സ് വാങ്ങിക്കാവുന്നതാണ്. പ്രത്യേകിച്ചും ഈ ചൈനീസ് ടോയ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതൊരു ഉദാഹരണമാണ്. ഈ ഇടയ്ക്ക് നമ്മുടെ നാട്ടിൽ ഒരുപാട് പോപ്പുലർ ആയ ഒരു സംഭവമാണ് ടോക്കിംഗ് കാക്ടസ് എന്ന് പറയുന്ന ഈ ഒരു സംഭവം. ഇതൊക്കെ ഒരു ചൈനീസ് പ്രോഡക്റ്റ് ആണ്. ഇതുപോലെയുള്ള പല സ്ഥലങ്ങളിൽ നിന്നും വളരെ എന്താ പറയുക, കുട്ടികളുടെ ബ്രെയിനെ ഡെവലപ്പ് ചെയ്യുന്ന രീതിയിലും അതുപോലെ അവർക്ക് നല്ല രീതിയിലുള്ള നോളജ് തരുന്ന രീതിയിലുള്ള ടോയ്സ്. ഇന്ന് പ്രത്യേകിച്ചും ടോയ്സിനെ കുറിച്ച് പറയാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സമൂഹത്തിലെ നമ്മുടെ രക്ഷിതാക്കൾ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് കുട്ടികളുടെ സ്ക്രീൻ ടൈം കുറയ്ക്കുക എന്നുള്ളത്. കാരണം ഇന്ന് കൂടുതൽ കുട്ടികളും ഈ മൊബൈൽ സ്ക്രീനിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ അതെല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പലതരത്തിലുള്ള പുസ്തകങ്ങൾ, പലതരത്തിലുള്ള ടോയ്സ് എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ മാക്സിമം ചെയ്യുന്ന പേരൻസ് ആണ് നമ്മുടെ ചുറ്റിലും ഉള്ളത്. തീർച്ചയായിട്ടും ഇതുപോലെയുള്ളൊരു ടോയ്സിൻ്റെ റീസെല്ലിംഗ് ബിസിനസ് നിങ്ങളെ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തിക്കും. ഈ ബിസിനസ് നമുക്ക് ഓൺലൈനായിട്ടും ചെയ്യാവുന്നതാണ്, ഓഫ്ലൈൻ ഒരു ഷോപ്പൊക്കെ ഇട്ടും ചെയ്യാവുന്നതാണ്. അപ്പം നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കപ്പാസിറ്റി അനുസരിച്ചിരിക്കും. വളരെ ചെറിയ രീതിയിലുള്ളൊരു ഇൻവെസ്റ്റ്മെൻ്റ് എങ്കിലും ഈ ബിസിനസ്സിന് ആദ്യം ആവശ്യമായി വരും. നമ്മുടെ വീഡിയോസ് ഓരോന്ന് ചെയ്യുമ്പോഴും ആൾക്കാർക്ക് ഉണ്ടാകുന്ന ചില സംശയങ്ങളാണ്. ഇതിൻ്റെ ഇപ്പോൾ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും ഇതിൻ്റെ റോ മെറ്റീരിയൽസ് ഒക്കെ എവിടെ നിന്ന് വാങ്ങിക്കുമെന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. ഇപ്പോൾ സപ്പോസ് നമ്മുടെ പേപ്പർ ക്യാരി ബാഗിൻ്റെ ബിസിനസ് നമ്മൾ ചെയ്യുന്നുണ്ട്. ചില ആളുകൾ ഡയറക്റ്റായിട്ട് വിളിച്ചിട്ട് അങ്ങ് ചോദിക്കുകയാണ്, പേപ്പർ ക്യാരി ബാഗിൻ്റെ റോ മെറ്റീരിയൽസ് എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന് പറഞ്ഞു തരാമോ എന്ന്. അല്ലെങ്കിൽ നമ്മളൊരു ഫുഡ് പ്രോഡക്റ്റിനെ കുറിച്ച് പറയുമ്പോൾ, ഗരം മസാല പൗഡറിനെ കുറിച്ച് പറയുമ്പോൾ, നിങ്ങളുടെ ഗരം മസാല പൗഡർ സൂപ്പറാണ്, അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. ഇതുപോലെ പല സംരംഭകരോടും ഡയറക്റ്റായിട്ട് വിളിച്ച് വെൻഡേഴ്സിനെ കണക്ട് ചെയ്ത് തരാമോ, അതിൻ്റെ ഐഡിയ പറഞ്ഞു തരാമോ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട്. ശരിക്കും നിങ്ങൾ ചോദിക്കുന്നത് വലിയൊരു മണ്ടത്തരമല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഓരോ സംരംഭകരും ഉയർന്നു വന്നിട്ടുള്ളത് വളരെ വലിയ പ്രതിസന്ധികളിലൂടെ ആയിരിക്കും. അവർ ചിലപ്പോൾ ആഴ്ചകളുടെ, മാസങ്ങളുടെ, വർഷങ്ങളുടെ കഷ്ടപ്പാട് കൊണ്ടായിരിക്കും ഒരു വെൻഡറിനെ കണ്ടുപിടിക്കുന്നത്, അല്ലെങ്കിൽ ഒരു റോ മെറ്റീരിയൽ എവിടെ ലഭിക്കും എന്നുള്ളത് കണ്ടുപിടിക്കുന്നത്. ഒരുപാട് റിസർച്ചുകൾ കൊണ്ടായിരിക്കും അവരുടെ സംരംഭം പടുത്തുയർത്തിയിരിക്കുന്നതും മുന്നോട്ട് കൊണ്ടുപോകുന്നതും. അപ്പോൾ അതൊക്കെ ഈസി ആയിട്ട് കയ്യിലേക്ക് ചോദിക്കുക എന്ന് പറയുന്നത് വളരെ വലിയൊരു മണ്ടത്തരമാണ്. ആരും നിങ്ങൾക്ക് അതൊന്നും ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരില്ല. അതുപോലെ തന്നെയാണ് ഈ ടോയ്സിൻ്റെ കാര്യത്തിലും. നിങ്ങൾക്ക് 100 കണക്കിനുള്ള ഡീലേഴ്സിനെ ഓൺലൈൻ വഴി കണക്ട് ചെയ്ത് കിട്ടാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. നിങ്ങൾക്ക് ഇന്ത്യ മാർട്ട് വഴിയാണെങ്കിലും അതുപോലെയുള്ള മാർക്കറ്റ് പ്ലേസുകൾ ധാരാളം ഉണ്ട്. അവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് വെൻഡേഴ്സിൻ്റെ കോൺടാക്ട് നമ്പേഴ്സ് കിട്ടുന്നതായിരിക്കും. ഇതുപോലുള്ള ടോയ്സ് ഹോൾസെയിൽ ഡീലേഴ്സിൻ്റെ കോൺടാക്ട് നമ്പേഴ്സ് കളക്ട് ചെയ്ത് അവരെ വിളിക്കുകയോ ഡയറക്റ്റ് പോയി കണ്ടോ നിങ്ങൾക്ക് ടോയ്സ് കളക്ട് ചെയ്യാവുന്നതാണ്. ഈ ഒരു ബിസിനസ് മേഖല എന്ന് പറയുന്നത് വളരെയധികം സാധ്യതകളുള്ളതാണ്. അധികം ആരും അങ്ങനെ
ചെയ്യാത്ത കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ സാധിക്കുന്നവരും താല്പര്യമുള്ളവരും ഒക്കെ ഈ ഒരു മേഖലയിലേക്ക് കടന്നു വന്നാൽ തീർച്ചയായിട്ടും നല്ലൊരു സംരംഭമായിട്ട് ഇതിനെ വിജയിപ്പിച്ചെടുക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ബിസിനസ് ഐഡിയ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്താൻ മടിക്കരുതേ. മുമ്പുള്ള വീഡിയോസ് കാണാനും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിടാനും മറക്കരുത്. ഇനിയുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെ വളരെ ഉപകാരപ്രദമായ ബിസിനസ് ഐഡിയാസുമായിട്ട് ഇനിയും കാണാം. താങ്ക് യു സോ മച്ച്.